ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു ഫിലിം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഒരു ഹൊറർ സിനിമകളുടെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഒരു ക്ലാസിക് ചിത്രത്തെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 2001 പുറത്തിറങ്ങിയ ദി അതേഴ്സ്. സാധാരണ ഹൊറർ സിനിമയെ കാണുന്നത് പോലെ ചോരയോ പേടിപ്പെടുത്തുന്ന രൂപങ്ങളോ ഒന്നുമില്ലാതെ വെറും നിശബ്ദത കൊണ്ടും ഇരുട്ടുകൊണ്ടും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു മാസ്റ്റർ പീസ് ചിത്രമാണ് ഈ അതേഴ്സ് എന്ന് പറഞ്ഞുള്ള ചിത്രം. അവസാനം വരെ നമുക്കിങ്ങനെ പ്രേക്ഷകനെ ചിന്തിക്കുന്നതിനും അതിനപ്പുറത്തേക്ക് പോകുന്ന കുറേ ട്വിസ്റ്റുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഒന്നാം തരം സിനിമയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിക്കോൾ കിഡ്മാൻ അവതരിപ്പിക്കുന്ന ഗ്രേസ് എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് കഥ നടക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ സമയമാണ്. തൻ്റെ 2 കുട്ടികളുമായി വിജനമായ ഒരു വലിയ തറവാട്ടിലാണ് ഗ്രേസ് താമസിക്കുന്നത്. അവളുടെ ഭർത്താവ് യുദ്ധത്തിന് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ കുട്ടികൾക്ക് സൂര്യപ്രകാശം ഏൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന അസുഖമുള്ള 2 കുട്ടികൾക്കാണ്. അവർക്ക് വെളിച്ചമേറ്റാൽ മരണം വരെ സംഭവിക്കുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ ആ വലിയ വീട്ടിലെ ജനലുകളെല്ലാം കട്ടിയുള്ള തിരശ്ശീലകൾ കൊണ്ട് എപ്പോഴും മറച്ചിരിക്കും. ഒരു മുറിയുടെ വാതിലടച്ചതിന് ശേഷം മാത്രമേ അടുത്ത മുറി തുറക്കാൻ പാടുള്ളൂ എന്ന കർശനമായിട്ടുള്ള നിയമമൊക്കെ ആ വീട്ടിനകത്തുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ആ വീട്ടിലേക്ക് പുതുതായി 3 ജോലിക്കാർ എത്തുന്നത്. അവരുടെ വരവോടെ ആ വീട്ടിൽ ചില വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുകയാണ്. ആരുമില്ലാത്ത മുറികളിൽ നിന്ന് സംസാര ശബ്ദം കേൾക്കുക, തനിയെ തുറക്കുന്ന വാതിലുകൾ, പിയാനോ തനിയെ വായിക്കപ്പെടുക. തൻ്റെ കുട്ടികളെ സംരക്ഷിക്കാൻ ഗ്രേസ് നടത്തുന്ന പോരാട്ടമാണ് നമ്മൾ പിന്നീട് ഈ സിനിമയിൽ അങ്ങോട്ട് കാണുന്നത്. ആ വീട്ടിൽ അവരല്ലാതെ മറ്റു ചിലർ, അതായത് ദി അതേഴ്സ് ഉണ്ടെന്ന് അവൾ തിരിച്ചറിയുന്നു. ആരാണ് അവർ? ആരാണ് അതേഴ്സ്? ആ വീട്ടിൽ മുൻപ് താമസിച്ചിരുന്നവരായിരിക്കുമോ, അതോ മറ്റെന്തെങ്കിലും രഹസ്യമാണോ? ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻസാണ്. സംവിധായകൻ പ്രേക്ഷകരുടെ മനസ്സ് വെച്ചാണ് കളിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ ഭയങ്കരമായ മ്യൂസിക്കോ അല്ലെങ്കിൽ ഈ ഭയങ്കര രീതിയിലുള്ള BGMോ മറ്റു കാര്യങ്ങളൊന്നും തന്നെയില്ല. പകരം ആ വീടിൻ്റെ ഓരോ മൂലയിലും ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതയാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. ഗ്രേസ് എന്ന അമ്മയുടെ നിസ്സഹായ അവസ്ഥയും കുട്ടികളുടെ ഭയവും നിക്കോൾ കിഡ്മാൻ ഗംഭീരമായി അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു രാത്രി തനിച്ചിരുന്ന് കണ്ടു നോക്കുക. സിനിമയുടെ അവസാന 10 മിനിറ്റ് നിങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കളയും. നമ്മൾ കാണുന്നതാണോ സത്യം, അതോ നമ്മൾ വിശ്വസിക്കുന്നതാണോ സത്യം എന്ന ചോദ്യം ഈ സിനിമ നിങ്ങളിൽ ബാക്കി വയ്ക്കും. അതൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് സ്പോയിലർ ആകും എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും തന്നെ പറയുന്നില്ല. നിങ്ങളത് അനുഭവിച്ച് തന്നെ അറിയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലെ ക്ലൈമാക്സ് കൊണ്ട് ഞെട്ടിച്ച വേറെ ഏതെങ്കിലും സിനിമകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? സിനിമ നേരത്തെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ പറയുന്നത് പോലെ തന്നെയാണോ? നിങ്ങൾക്കും അത് എക്സൈറ്റഡ് ആയിട്ട് തോന്നിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.